ആയിഷ, മോളെ ഫാത്തിമ, എന്റെ ശബ്ദം കേൾക്കുന്ന ഫാത്തിമമാരെ, ആയിഷമാരെ, പുതിയ പേരുകൾ ഞാൻ വിളിക്കുന്നില്ല. നിങ്ങൾക്ക് മഹദിയായ ആയിഷ ബീവി പോയ സ്വർഗം വേണ്ടേ? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാഗ്ദാനം ചെയ്ത സ്വർഗം വേണ്ടേ? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നറിയിപ്പ് നൽകിയ പറുദീസ വേണ്ടേ മോളെ? ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വന്ന ഭർത്താവ് ഇന്ത്യയായി മൂത്തത്തിന്റെ രണാങ്കണത്തിൽ തുണ്ടമായി വലിച്ചെറിയപ്പെടുമ്പോ എന്റെ ഭർത്താവ് നോമ്പുകാരനാണോ എന്ന് ചോദിച്ച് സമാധാനിച്ച അസ്മാ പോയ സ്വർഗം വേണ്ടേ? ഉഹദ് യുദ്ധത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒറ്റപ്പെട്ടു പോയപ്പോ ഇനി അകത്തിരിക്കാൻ പറ്റൂല എന്ന് വിചാരിച്ച് ചാടിയിറങ്ങിയിട്ടൊരു പുലിക്കുട്ടിയെ പോലെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൽതഫത്തു യമീനം വലാ ശിമാലാ ഇല്ലാ വഹുനാക ഉമ്മഉമാറ. വലത്തോട്ട് തിരിഞ്ഞാലും ഉമ്മഉമാറയാണ്, ഇടത്തോട്ട് തിരിഞ്ഞാലും ഉമ്മഉമാറയാണ്. റസൂലുള്ളാഹിന്റെ ശരീരത്തേക്ക് വരുന്ന അമ്പുകളും കുന്തങ്ങളും ശരീരം കൊണ്ട് ഏറ്റുവാങ്ങിയ മഹദിയായ ഉമ്മഉമാറയെ മറന്നുപോയോ? ഇബ്നു ഖുംആന പറയുന്ന ഒരു ധിക്കാരിയുടെ കുന്തം കൊണ്ടുവന്ന് മഹദിയായ ഉമ്മഉമാറയുടെ തോളത്തേക്ക് ആഴത്തിലങ്ങ് ആക്രമിച്ചപ്പോ അല്ലാഹുവിന്റെ ഹബീബിന്റെ ചാരത്ത് നിൽക്കുന്ന ഉമ്മഉമാറയുടെ പൊന്നുമോനോട് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, മോനെ, മോന്റെ ഉമ്മാനെ ഒന്ന് സഹായിക്കുമോനെ. അപ്പോഴാണ് ആഴത്തിൽ മുറിവേറ്റ് കിടക്കുന്ന ഉമ്മഉമാറ പറയുന്നു, നഫ്സീ ഫിദാക യാ റസൂലല്ലാഹ്, എനിക്ക് എന്റെ ശരീരത്തിൽ വേജാറില്ല നബിയേ. മോനെ, നീ എന്നെ നോക്കണ്ട, എന്റെ പുന്നാര റസൂലുള്ളാഹിനെ നോക്ക് മോനെ എന്ന് പറഞ്ഞിട്ട് പൊന്നമോനെ പറഞ്ഞ് ഉമ്മാൻക്ക് പകരം റസൂലുള്ളാഹിക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പറഞ്ഞ മഹദിയാണ് ഉമ്മഉമാറ. അവരെ പാറിക്കളിക്കുന്ന പറുദീസയില് ഒന്ന് പോകണ്ടയോ ഉമ്മമാരെ? അവിടെ ഒന്ന് എത്തണ്ടയോ സഹോദരിമാരെ? എന്നാൽ ഒന്നാമതായി അൽ-ഈമാനു ബില്ലാഹ്, രണ്ടാമതായി മഹബ്ബത്തു റസൂലില്ലാഹ്, മൂന്നാമതായി ആരാധനകൾ ചെയ്ത് അല്ലാഹുവിലേക്ക് ചേർന്ന് അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ റബ്ബേ.